Hello. Welcome to market discussion of the day. Today, July 1st, 2026, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫോറക്സ് ഫാക്ടറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് ഇല്ല. ഇന്ന് വൈകുന്നേരം 6:30 നമുക്ക് ബെയ്ലിയുടെ സ്പീച്ചുണ്ട്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ചുണ്ട്. അതേപോലെ തന്നെ ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്, ഫെഡ് ചെയർമാൻ കെവിൻ വാഷിൻ്റെ സ്പീച്ചുണ്ട്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ കെവിൻ വാഷ് എങ്ങാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നതിനെ പറ്റി എന്തെങ്കിലും ഒരു സൂചന എങ്ങാണ് പുള്ളിയുടെ സ്പീച്ചിലുണ്ടെങ്കിൽ മാർക്കറ്റ് ഓടും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുന്നേ ആയിട്ട് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇതോടെ എനിക്ക് ഫസ്റ്റിൽ പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, വൈകുന്നേരം 7:30 നമുക്ക് ISM മാനുഫാക്ചറിങ് PMIയുടെ ന്യൂസ് ഉണ്ട്. ഓക്കെ, സോ അപ്പം ഇത് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് അത് എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യും. ഓക്കെ, എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യും. അപ്പം ഈവൻ നമ്മുടെ USD JPY ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന 30 വർഷത്തെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന USD JPYയും അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ഒന്നിനും ഒരു ദാക്ഷിണ്യം ഒന്നും കാണിക്കത്തില്ല. വൈകുന്നേരം 6 മണിക്ക് മുന്നേ ആയിട്ട് മാറി നിൽക്കുന്നത് എല്ലാവർക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, സോ നമുക്ക് നാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാളെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വരാൻ പോകുന്നത്, നോൺ ഫാം പേറോൾ. ഓക്കെ, വൈകുന്നേരം 6 മണിക്കാണ് നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് വരുന്നത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. വൈകുന്നേരം 6 മണിക്ക് മുന്നേ ആയിട്ട് മാറി നിൽക്കുക. ഓക്കെ, അതാണ് എനിക്ക് നോൺ ഫാം പേറോൾ ഡേയിൽ മാറി നിൽക്കണം എന്നുള്ളതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇന്ന് രാത്രി 12:45 ട്രംപ് അണ്ണൻ്റെ സ്പീച്ചുണ്ട്. അണ്ണൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അണ്ണന് പോലും അറിയാത്ത ഒരു ആളാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് രാത്രിയിലും പൊസിഷൻസ് ഇല്ലാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ എനിവേസ് കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ XAUSD 3968 നിൽക്കുന്നു. 3960 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടാണ്, പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ടാണ്. സോ ബേസിക്കലി 3960ഉം 3960ൻ്റെ മുകളിലും 3960 താഴെയും, ഇതാണ് രണ്ട് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ 3960ൻ്റെ താഴെയായിട്ട് 4 hour ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വിൽ ബി ഗോയിങ് ഡൗൺ. ഓക്കെ, സോ അടുത്ത സ്റ്റോപ്പ് ഇടുന്നത് 3880 മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കണക്കുണ്ടാവണം. സോ 3960ൻ്റെ അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ, ഓക്കെ, ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ബൈ ചെയ്യുന്ന ആൾക്കാർ 3940ൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. ഓക്കെ, സോ അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഒരു ബൈ ചെയ്യാൻ പാടുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ കാണുകയാണ് 3960ൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ്. ഇവനൊരു 4 hour ക്യാൻഡിലൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ യു ക്യാൻ ദർ ഈസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മാർക്കറ്റ് വിൽ ബി ഗോയിങ് ഡൗൺ. സോ അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 4940 വരെ പോകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് മുന്നേ കട്ട് ചെയ്തിറങ്ങാം. ഓക്കെ, സോ അങ്ങനെ ആണെങ്കിൽ അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു പൊസിഷൻ പറയാറായിട്ടില്ല. അപ്പോൾ എനിവേയ്സ് അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. സോ എനിവേയ്സ് നമുക്കിപ്പോൾ 3960ൻ്റെ മുകളിൽ തന്നെയായിരുന്നു നമ്മുടെ യൂറോപ്പ് മാർക്കറ്റ് ഓപ്പൺ ആയതും, അതേപോലെ തന്നെ നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ് ക്ലോസ് ആവുന്നതും 3960ൻ്റെ മുകളിലാക്കുകയാണെങ്കിൽ അവിടുന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നല്ല രീതിയിലുള്ള ബയേഴ്സ് പ്രസൻറ്റ് ആവുകയും അവിടുന്ന് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് മുകളിലോട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കിക്കാണാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അതാണ് എനിക്ക് ഗോൾഡിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മളുടെ GBP USDയിലോട്ട് വരാം. GBP USD ഓൾമോസ്റ്റ് 1.3200 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് ആക്ച്വലി എന്താണ് വേണ്ടത്, നല്ലൊരു അപ് ട്രെൻഡ് കയറണം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. സോ ബേസിക്കലി ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് അവിടെ ബിൽഡ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് 1.3200 എന്ന് പറയുന്നൊരു ഫ്ലോർ ആക്കിക്കൊണ്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ളതാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. 1.3200 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3180 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ട് വെക്കുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ യൂറോ USD നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. 1.1400 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കാണുന്നുണ്ട്. സോ 1.1400 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1380 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ടൈറ്റായിട്ടിട്ട് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ USD JPYയിലോട്ട് വരാം. 162.70 നിൽക്കുന്നു. ഓൾ ടൈം ഹൈ, 30 വർഷത്തെ ഏറ്റവും വലിയൊരു ഹൈ പോയിന്റിൽ നിൽക്കുന്നു.
ഓക്കെ. സോ 162 അവിടെ നിന്ന് സെല്ല് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. സോ ഇത് അടുത്ത ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ. സോ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്ത് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താ പറയുക, ഇനി എന്താ ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ എന്തുകൊണ്ട് ചെയ്യുന്നു? ഓവർ ലോട്ട് സൈസ് എടുത്തിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നു? നിങ്ങൾക്ക് ഒരു ലോട്ട് സൈസ്, നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചുള്ള ലോട്ട് സൈസ് എത്രയാണോ ആ ഒരു $1000 ഉണ്ടെങ്കിൽ 0.1 ലോട്ട്, ഓക്കെ. $10,000 ഉണ്ടെങ്കിൽ ഒരു ലോട്ട്. ആ ഒരു കണക്കിലായിരിക്കണം നമ്മൾ JPY ചെയ്യാൻ, ഗോൾഡ് അല്ല കേട്ടോ, JPY ചെയ്യാൻ. ഓക്കെ. സോ JPYയിൽ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാലും എന്താ പറയുക, ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എത്ര ഡോളർ പോയിട്ടുണ്ടോ? $50 പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ $60 പോയിട്ടുണ്ടാവും അല്ലേ? സോ അത് ബെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്നും എനിക്ക് പറയാനായിട്ടുള്ളത് സെല്ല് തന്നെയാണ്. ജാപ്പനീസ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഏത് നിമിഷവും ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ കിട്ടിയിട്ടുള്ളൊരു ന്യൂസ് എന്താ വെച്ചാൽ, കഴിഞ്ഞ മാസം ഏപ്രിൽ 30 160.7 നിന്ന് ഒറ്റയടിക്ക് 3 മണിക്കൂറത്തെ ക്യാൻഡിൽ കൊണ്ടാണ് 155 എത്തിയത് മാർക്കറ്റ്. അത് ജാപ്പനീസ് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനാണ്. അപ്പോൾ ഇൻ്റർവെൻഷൻ എന്താ വെച്ചാൽ, അവരുടെ കയ്യിലുള്ള എല്ലാ ഡോളേഴ്സും വിറ്റിട്ട് അവർ യെന്ന് മേടിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ജാപ്പനീസ് യെന്നിൻ്റെ വാല്യൂ കൂട്ടാനായിട്ട്, മൂല്യം കൂട്ടാനായിട്ടാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റിസർവിലുള്ള പൈസ എല്ലാം അവർ കൊടുത്തിട്ട് അവരിത് മേടിച്ചു ഓൾറെഡി, ഓക്കെ. എന്നിട്ടും ഫലം ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ ഫലം കാണാത്തത് കൊണ്ടിട്ട് തന്നെ ഇനി ജാപ്പനീസ് ഗവൺമെൻറ് അതിന് തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയൊരു വ്യക്തതയില്ല, മനസ്സിലായില്ലേ? അപ്പം ഡെഫിനറ്റ്ലി അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ വെയിറ്റ് ആൻഡ് സീ ആണ്, ഓക്കെ. സോ എനിവേയ്സ് ഇതൊക്കെയാണ് എനിക്ക് ആക്ച്വലി പറയാനായിട്ടുള്ളത്. 162.9 അവിടെ നിന്നൊക്കെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ 163.50 മുകളിലായിട്ട് വീണ്ടും സ്റ്റോപ്പ് ലോസ് വെക്കുക. അടുത്ത ഓപ്പർച്യൂണിറ്റിയാണ്, മനസ്സിലായില്ലേ? ഇത് അടുത്ത ഓപ്പർച്യൂണിറ്റി, അടുത്ത നല്ല ലെവലിലുള്ളൊരു ഒരു എൻട്രി നമുക്ക് കിട്ടാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ ഈ റിസ്ക് എടുത്തു, ഓക്കെ. കിട്ടുകയാണെങ്കിൽ 300 പിപ്പ് ടു 500 പിപ്പിൻ്റെ പ്രോഫിറ്റ്, ഓക്കെ. അല്ലെങ്കിൽ 500 to 700 പിപ്പിൻ്റെ പ്രോഫിറ്റ്. പോവുകയാണെങ്കിൽ എത്രയാണ്, ഒരു 70 പിപ്പിൻ്റെ ലോസ്, ഓക്കെ. അത് ബെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വീണ്ടും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് വയ്ക്കും, ഒരു കുഴപ്പമില്ല, ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ നല്ല രീതിയിൽ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സ് ആണുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾ ബ്രോക്കേഴ്സ് നോക്കുന്നുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയയ്ക്കുക. നമുക്ക് ബ്രോക്കേഴ്സിൻ്റെ കാര്യത്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളുടെ എയിം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് യുവർ ക്യാപിറ്റൽ ആൻഡ് ബിൽഡ് യുവർ വെൽത്ത് എന്നാണ്, ഓക്കെ. താങ്ക് യു സോ മച്ച്.